പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗമാണ് സങ്കീർത്തന പുസ്തകം 119 അധ്യായം 11 വചനം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പാപം ചെയ്യാതെ എനിക്കും നിനക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനായി മാറിയാലേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഓർക്കുക, വചനം ആന്തരിക തലങ്ങളിൽ നിൻ്റെ ജീവിതത്തിൽ ജീവനായി മാറിയാൽ പാപത്തെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് നീ ഉടമയായിത്തീരും. പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് കൃപ നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.